നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവേതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഉച്ചപൂജയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഉഷപൂജയുടെ സമയത്ത് കണ്ട ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് ഉത്രാട ദിവസമാണ് അല്ലെ. എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ, തിരുവോണ ദിനാശംസകൾ. ഉത്രാടം ആയിട്ട് ഇന്ന് ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എന്തൊക്കെയാ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എല്ലാ ഭക്തജനങ്ങളും ഇന്ന് ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ ഒരു കാഴ്ചക്കുലയും കൂടി കൊണ്ടിട്ടാണ് വരാറുള്ളത്. ചക്രവർത്തിയുടെ മുമ്പിൽ തിരുമുൽ കാഴ്ചയായിട്ട് നമ്മൾ എല്ലാവരും ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു പഴക്കുല അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കുക എന്നതാണ് ഉത്രാട ദിനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ ശിവേലിക്കും അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് രാവിലത്തെ ശിവേലി ഇന്ന് 3 ആനകളോട് കൂടിയിട്ടാണ്. അതായത് കാഴ്ച ശിവേലി ഒന്നുമല്ല, സാധാരണ ശിവേലിയാണ്. കോലത്തിൽ ആണ് എഴുന്നള്ളിപ്പ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒപ്പം ഒരാനയ്ക്ക് പുറകിൽ മറ്റൊരാന, അതിന് പുറകിൽ മറ്റൊരാന, അങ്ങനെയാണ് നിൽക്കുന്നത്. നിരന്നല്ല കേട്ടോ. അങ്ങനെ നിന്നുകൊണ്ടാണ് ഇന്നത്തെ പ്രദക്ഷിണം വരുന്നത്. ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരാനയ്ക്ക് പുറകിൽ മറ്റൊരാന, അതിന് പുറകിൽ മറ്റൊരാന, അങ്ങനെ ഇങ്ങനെ പ്രദക്ഷിണ വരി മുഴുവൻ ആനയാവും. അത്രയ്ക്ക് ആനകൾ വരാറുണ്ട്. ഗുരുവായൂരപ്പന് ഗജസമ്പത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആനക്കോട്ടയിലെ ഒരുവിധം പ്രശ്നക്കാരല്ലാത്ത എല്ലാ ആനകളെയും അന്നത്തെ ദിവസം കൊണ്ടുവരും. എന്നിട്ട് ഓരോ ആനയ്ക്ക് പുറകിൽ ഓരോ ആന എന്ന രീതിയിൽ വളരെ പതുക്കെ സാവധാനത്തിലാണ് ഇന്നത്തെ ആ ഒരു ശിവേലി ഉണ്ടാവുക. ഈ ശിവേലി കാണാൻ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. ഇത്രയധികം ആനകൾ വന്നിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ശിവേലി. എന്നാൽ ഇന്ന് അനേകം ഭക്തജനങ്ങളുടെ തിരക്കുണ്ടാവും. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ആനകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അത് പിന്നീട് വലിയ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് 3 ആനകളിലേക്ക് ചുരുക്കി. എന്നാലും ഈ ഗജവീരന്മാർ വരുന്നതിൽ കുറവൊന്നുമില്ല കേട്ടോ. എല്ലാവരും വന്നിട്ട് ആ ഭഗവതി കെട്ടിലൂടെ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ ആ ഒരു നടപ്പന്തൽ നിറയെ ആനകളാണ്. 1 2 3 4 ഭഗവാന്റെ ആനക്കുട്ടന്മാരെല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽക്കുക. എന്തിനാ തയ്യാറായി നിൽക്കുന്നത്? ആനകൾക്ക് ഗുരുവായൂരപ്പൻ ഒരു ഓണസമ്മാനം കൊടുക്കാറുണ്ട്. എന്താ ഓണസമ്മാനം? ആനകൾക്കുള്ള ഓണസമ്മാനത്തിൽ ഏറ്റവും പ്രധാനം പഴക്കൊല തന്നെയാണ് കേട്ടോ. ഗുരുവായൂരപ്പന്റെ ഗജവീരന്മാർക്ക് ഭഗവാനല്ലാതെ ആരാലേ ഇങ്ങനെ എന്താ പറയുക പഴക്കൊലകൾ സമ്മാനിക്കുക. അപ്പോൾ നമ്മൾ ഭക്തജനങ്ങളെ കൊണ്ടുവയ്ക്കുന്ന, ഗുരുവായൂരപ്പനെ കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന അനേകം പഴക്കൊലകളിൽ ഒന്ന് ഓരോ ആനക്കുട്ടന്മാർക്കായിട്ട് കൊടുക്കാറുണ്ട്. അവരൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾക്കും ഈ നേന്ത്രപ്പഴങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. അതായത് പഴപ്രഥമൻ ഉണ്ടാക്കാനും അതുപോലെ മറ്റാവശ്യങ്ങൾക്കുമായിട്ട് എടുക്കും. പിന്നെ ഓരോ സ്റ്റാഫുകൾക്കും എടുക്കാറുണ്ട്. പിന്നെ ബാക്കി വരുന്നതെല്ലാം ലേലം വിളിക്കാറുമുണ്ട്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ സമൃദ്ധമാക്കുന്ന ഓണമാണ് ഈ ഒരു ഉത്രാട ദിനം എന്ന് പറയുന്നത്. അതിനുശേഷം നാളെ തിരുവോണ ദിനത്തിൽ വാമനാവതാര ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കാഴ്ച ശിവേലി ഉണ്ടാവാറുണ്ട് കേട്ടോ. വാമനാവതാരം എന്ന് പറഞ്ഞാൽ പോരാ, പറഞ്ഞാലും തീരാത്ത അത്രയും വിശേഷങ്ങൾ വാമനമൂർത്തിയുടെ കഥയിലുണ്ട് അല്ലെ, മഹാബലിയുടെ കഥയിലുണ്ട്. 2 ദിവസം മുമ്പ് ഗുരുവായൂരപ്പൻ വാമനമൂർത്തിയായിട്ട് എഴുന്നള്ളിയിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ അറിയൂ. ചുവന്ന പട്ടുകോണൊക്കെ എടുത്തിട്ട് ആ ഓലക്കുടയൊക്കെ പിടിച്ച് കമണ്ടലും ഒക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നത് കണ്ടാൽ കാണാൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് കേട്ടോ. പൊട്ടയടിച്ച് കുടുംബം വെച്ച് അങ്ങനെയൊന്നുമല്ല, ഉണ്ണികൃഷ്ണനായിട്ട് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ വാമനമൂർത്തിയുടെ വേഷത്തിലാണ് കേട്ടോ ഇന്ന് നിൽക്കുന്നത് എന്ന ഒരു പ്രച്ഛന്ന വേഷക്കാരൻ ഉണ്ണികൃഷ്ണൻ നമ്മളോട് പറയുന്നത് പോലെ തോന്നാം. ആ ഒരു രീതിയിലായിരുന്നു 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ വിശേഷങ്ങളിലേക്ക് ഒപ്പം നിങ്ങളുടെ ചോദ്യങ്ങളിലേക്കും. ഇന്നലെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ പെൻഡിങ് വെച്ച ചോദ്യങ്ങളൊക്കെ ഇന്ന് എടുക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് അതൊക്കെ കൂടി ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഒരുപാട് പേര് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയും മുന്നോട്ട് പോകണം എന്ന് ആശംസിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. പൂജാ വിനോദ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി, ഞാനൊരു ജോലിക്ക് വേണ്ടി നോക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി, ഒന്നും ശരിയാകുന്നില്ല. ഗുരുവായൂരപ്പൻ അഹസ് വഴിപാട് വരുമ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കൊന്നും ശരിയാകുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്ത ഒരു ജോലിക്ക് പോകുകയാണ്. പോകുന്നിടത്ത് അവർ പറയുന്നതൊക്കെ ചെയ്യണം, സാലറി പോലും ഇല്ല.
ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പ്രാർത്ഥന എന്താണ് കേൾക്കാത്തത്? അഹസ വഴിപാട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഒരു ജോലി കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്കൂ, പോസിറ്റീവായിട്ട് എടുക്കൂ. എന്തായാലും ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ആളുകൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ വല്ലാതെ ഒന്നും അപമാനപ്പെടേണ്ടി വരാതിരിക്കാൻ ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജോലി ശാശ്വതമായിരിക്കില്ല. നല്ല ജോലി കുട്ടിയെ തീർച്ചയായിട്ടും തേടിയെത്തും. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. അപ്പം ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കൂ എല്ലാം. മനസ്സമാധാനത്തോടെ ഇരിക്കൂ. എൻ്റെ ഉണ്ണികൃഷ്ണൻ എനിക്ക് വേണ്ടതെല്ലാം ശരിയാക്കി തരും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ സവിത, എൻ്റെ മകൾക്ക് ജോലി കിട്ടാൻ എന്ത് വഴിപാടാണ് കഴിക്കേണ്ടത്? നാരായണീയം വായിക്കാറുണ്ട്. ഏപ്രിൽ മാസം ഒരു അഹസ വഴിപാട് ചെയ്തിരുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സവിത പ്രാർത്ഥിക്കണേ, ഞാൻ ഭയങ്കര വിഷമത്തിലാണ് എന്നാണ് രാജ്യമോൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒരേപോലത്തെയാണ് അല്ലേ ചോദ്യം? കാത്തിരിക്കൂ, കാത്തിരിക്കൂ, കാത്തിരിക്കാനുള്ള ക്ഷമ കാണിക്കൂ. അത് തന്നെയാണ് എനിക്ക് വീണ്ടും 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 പറയാനുള്ളത്. ഇന്നൊരു അഹസ ഷീട്ടാക്കി നാളെ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടണം എന്നൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. ഗുരുവായൂരപ്പൻ നമുക്ക് തരുമ്പോൾ ദ ബെസ്റ്റ് മാത്രമേ തരുള്ളൂ. ദ ബെസ്റ്റിനായിട്ട് എപ്പോഴും നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാവുന്ന വേണം കേട്ടോ. അടുത്തതായിട്ട് നീതു എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, ചേച്ചി ഈ മുഴ മാറാനായിട്ട് ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന്. മുഴ എടുത്തു വയ്ക്കാൻ പറ്റും. നമുക്ക് ആൾരൂപം വഴിപാട് ചെയ്യുന്നിടത്ത് മുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴ എടുത്തു വയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. അസ്മിൻ പരാത്മൻ എന്ന ശ്ലോകം ചൊല്ലി നമസ്കരിച്ചോളൂ. ശ്രീ ഗുരുവായൂരപ്പൻ എത്രയും പെട്ടെന്ന് മാറ്റിത്തരട്ടെ. അടുത്തതായിട്ട് ലിൻസി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത 2026 ജനുവരി മുതൽ എല്ലാ ഏകാദശിയും എടുക്കാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇന്നത്തെ ഏകാദശി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പീരീഡ്സായി, ഒരുപാട് സങ്കടമായി. മുടക്കം വന്ന ഏകാദശി 2027 ഇതേ സമയം എടുത്താൽ മതിയോ? 7 മാസമായി മുടങ്ങാതെ ഏകാദശി എടുക്കുന്നു. ആദ്യമായിട്ടാണ് മുടങ്ങുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഏകാദശിയുടെ അന്നാണ് കേട്ടോ ഈ ചോദ്യം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പീരീഡ്സിനെ ഒരു മുടക്കായിട്ടൊന്നും കാണുകയും ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, പീരീഡ്സ് വരാത്തൊരു നമ്മളെ, ആ പീരീഡ്സിനൊരു പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിൻ്റെ ഇടയിൽ നമുക്ക് പീരീഡ്സ് വന്നിട്ടില്ല വിചാരിക്കുക, അതൊരു അസുഖമായി മാറിയില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സ് അല്ലേ? ഇതെന്തായാലും നടക്കേണ്ട ഒരു പ്രോസസ്സല്ലേ? ഇതിനെ നമ്മളൊരു മുടക്കായിട്ട് എങ്ങനെയാണ് കണക്കാക്കുക? അപ്പോൾ പീരീഡ്സ് ഉള്ള സമയത്ത് അപ്പോൾ ഏകാദശി നോൽക്കാൻ പാടുമെന്നാണ് അടുത്ത ചോദ്യം വരിക. ഞാൻ നോൽക്കാറില്ല കേട്ടോ. അങ്ങനെ ഏകാദശി നോൽക്കണ്ട. പക്ഷേ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരുത്താം. പകൽ ഉറങ്ങാതിരിക്കാം, നാമം ജപിക്കാം. ഇതിനൊന്നും ഒരു തടസ്സമില്ലല്ലോ. പിന്നെന്തിനാ അങ്ങനെ വിചാരിക്കണേ? പിന്നെ പീരീഡ്സ് റെഗുലറായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ്സ് ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എത്രയോ സ്ത്രീകളാണ് ബുദ്ധിമുട്ടുന്നത് അല്ലേ? പീരീഡ്സ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ഇത് വീട്ടിലെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്ന് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ മുമ്പിൽ നമുക്കിത് ഒരു സമയത്തിന് വരുന്നു, അതല്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു കാര്യം മാറ്റി വയ്ക്കേണ്ടി വന്നാൽ ഒരിക്കലും നിങ്ങൾ അതുകൊണ്ടൊരു പരാതിയോ ഒരു വിഷമോ ഒന്നും വിചാരിക്കരുത്. ഇത് നമ്മൾ സ്ത്രീ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനാണ് ഇതിനൊക്കെ ഇത്രയും വിഷമം വിചാരിക്കണേ? ഒട്ടും വിചാരിക്കരുത് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ മുടങ്ങിപ്പോയത്. ഒന്നാമത് ഈ പീരീഡ്സ് ഉള്ള സ്ത്രീകൾ സംവത്സര ഭജനത്തിന് നിൽക്കുമ്പോൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് നമുക്കതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മുടക്കം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗമാണ് പീരീഡ്സ് ആയാലും ഞാൻ എൻ്റെ ഭക്ഷണം നിയന്ത്രിക്കും, ഞാൻ നാമം ജപിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഏകാദശിക്ക് എന്തൊക്കെയാണോ ചെയ്യുക അതൊക്കെ, പകലുറങ്ങാതിരിക്കുക, നാമം ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ഷേത്ര ദർശനം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒഴിവാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പീരീഡ്സിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കേട്ടോ. അത്രേ വിചാരിക്കാനുള്ളൂ. അതും അവിടെ സ്വീകരിക്കുന്നേ, യാതൊരു സംശയവുമില്ല. യൂറിൻ പ്രശ്നത്തിന് എന്താണ് ചെയ്യുക എന്നാണ് പേരറിയാത്ത ഒരു ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കുക എന്നുള്ളതാണ് കേട്ടോ യൂറിൻ പ്രശ്നത്തിന് ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് സുമിമോൾ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, അവിട്ട നാളിൽ അഹസ് ബുക്ക് ചെയ്ത് അകത്ത് കയറി തൊഴാൻ സാധിക്കുമോ? കുഞ്ഞു കുട്ടിയുമായി വരുന്നതാണ്, മറുപടി തരണേ. അഹസ് ബുക്ക് ചെയ്താൽ നമുക്ക് പറ്റില്ല, നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ പറ്റൂ കേട്ടോ. അഹസിന് അങ്ങനെ അകത്ത് കയറി തൊഴുക എന്നുള്ള ഒരു ആനുകൂല്യം ഇല്ല. ഒരു കാര്യം പറയട്ടെ, എല്ലാ വർഷവും
ഉത്രാടത്തിൻ്റെ അന്ന് കാഴ്ചക്കുല സമർപ്പിച്ചതിന് ശേഷം കൊടിമരത്തിൻ്റെ ചോടെ കാഴ്ചക്കുല സമർപ്പിച്ച് നേരെ കൊടിമരത്തിൻ്റെ ചോടയിൽ കൂടെ തന്നെ നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് തൊഴാൻ പറ്റുമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഞാനങ്ങനെ തൊഴുതിരുന്നു. ഈ വർഷം അങ്ങനെ പറ്റില്ല. കൊടിമരത്തിൻ്റെ ചോടയിൽ കൂടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമൊന്നുമില്ല. ജസ്റ്റ് അവിടെ സമർപ്പിച്ച് നമുക്ക് പ്രദക്ഷിണമായിട്ട് പോകാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിയമങ്ങൾ എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം എന്തായാലും അഹസ് ഷീട്ടാക്കിയാൽ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല കേട്ടോ. അടുത്തതായിട്ട് അഹസ് ഷീട്ടാക്കിയാൽ വരിയിൽ നിൽക്കാതെ കേട്ടോ, ഞാനത് എടുത്തു പറയട്ടെ. പേരെന്താണെന്ന് ഓർമ്മയില്ല. എൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത വിഷമം കൂടി വരികയാണ്. വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എനിക്ക് ആരുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ എല്ലാം കണ്ണൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഞാൻ. എന്ത് ചെയ്യണം സവിതേ? ഒരു വീട് സ്വന്തമായിട്ടില്ല. അവകാശം കൊടുക്കാനുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അവകാശം കൊടുത്ത് സ്വന്തമാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആരും അതിന് സമ്മതിച്ചില്ല. അങ്ങനെ വേറൊരു വീട് കണ്ട് ഇഷ്ടമാവുകയും ചെയ്തു. അതിനെ താങ്ങാൻ പറ്റാത്ത തുകയാണ്. അത് വിട്ടുപോകാൻ ഇടവരുത്തരുത് എന്ന് കണ്ണനോട് പറഞ്ഞ് തുളസിയില ഇട്ട് നോക്കി. അപ്പോൾ കണ്ണൻ പറഞ്ഞത് കണ്ണന് ഇഷ്ടമായില്ല എന്നാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിത എന്ന ഭക്ത കേട്ടോ പറഞ്ഞിരിക്കണേ. കണ്ണന് ഇഷ്ടമായില്ല പറഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കാനുള്ള മനസ്സ് നമുക്ക് എന്തായാലും ഉണ്ടാവണം. എന്താണോ നിങ്ങൾ തുളസിയില ഇട്ടോ മഞ്ചാടിക്കുരു വെച്ചോ നറുക്കിട്ടോ എങ്ങനെയാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ അഭിപ്രായം ചോദിക്കുന്നത്, അതിൽ അദ്ദേഹം എന്ത് അഭിപ്രായമാണ് പറയുന്നത് ആ അഭിപ്രായം പൂർണ്ണമായിട്ടും നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ മനസ്സുകൊണ്ട് അത് സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്തു നോക്കരുത് കേട്ടോ. ഇപ്പോൾ പറയുന്നത് ഗുരുവായൂരപ്പൻ താങ്ങാൻ പറ്റാത്ത വില കൊടുത്ത് നീ അത് വാങ്ങണ്ട, നിനക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് നീ കാത്തിരിക്കൂ, നിനക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വീട് തരാൻ എനിക്ക് സാധിക്കില്ലേ എന്നാണോ ഉണ്ണികൃഷ്ണൻ പറയണേ? നമുക്ക് എങ്ങനെ അറിയാം? തുളസിയില ഇട്ട് നോക്കിയത് എന്താണോ കിട്ടിയത് അതുമായി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ഞാൻ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ നിങ്ങളോട് നറുക്കിട്ട് നോക്കിക്കോളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനതിന് മുമ്പ് എടുത്തെടുത്ത് പറയാറുണ്ട്, നറുക്കിട്ട് നോക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്, നറുക്കിൽ കിട്ടുന്ന കാര്യങ്ങൾ അതെന്തായാലും അത് ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്നത്. അത് സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചേ പറ്റൂ കേട്ടോ. കാത്തിരിക്കൂ ചേച്ചി, ഉറപ്പായിട്ടും നല്ല വീട്, ചേച്ചിക്ക് മനസ്സിനിണങ്ങിയ വീട്, സാമ്പത്തികപരമായിട്ട് ചേച്ചിക്ക് പറ്റുന്ന ഒരു വീട്, അത് ഗുരുവായൂരപ്പൻ തരാതിരിക്കില്ല കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ, ഒറ്റ രാത്രി കൊണ്ട് ദ്വാരക നിർമ്മിച്ച് ഇത്രയും എന്താ പറയുക യാദവന്മാരെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണനാണ്. ആ ഉണ്ണികൃഷ്ണൻ നമുക്ക് വേണ്ടത് തരാതിരിക്കൂ? എത്രയോ പെട്ടെന്ന് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ച് ആ ഒരു പാണ്ഡവന്മാരെ മുഴുവനും കൂട്ടിക്കൊണ്ടുപോയ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൂടെയുള്ളപ്പോൾ എന്തിനാ അങ്ങനെ വിഷമിക്കണേ? എല്ലാം നേരെയാക്കി തരില്ലേ? നമ്മുടെ ഉണ്ണിയല്ലേ, ഒന്ന് പറയല്ലേ വേണ്ടു. അവിടെ ഏൽപ്പിച്ച് സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ. അടുത്തതായിട്ട് കൃഷ്ണവേണി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓണത്തിന് പൂജിക്കുന്ന തൃക്കാരയപ്പൻ വാമനനാണോ അതോ മഹാബലിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വാമനമൂർത്തിയാണ്. നമ്മൾ നേദ്യം നൽകുമ്പോൾ മൂലമന്ത്രം ചൊല്ലുന്നത് ഭഗവാന്റെയാണ്, നാരായണൻ്റെയാണ്, മഹാവിഷ്ണുവിൻ്റെയാണ്, വാമനമൂർത്തിയുടെയാണ്. ഒരിക്കലും അതിൽ മഹാബലിയുടെ അല്ല കേട്ടോ, ഭഗവാന്റെയാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്തെല്ലാം വികലമായിട്ടുള്ള കഥകളാണെന്നല്ലോ പ്രചരിപ്പിക്കുന്നത്. ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ള പല ആൾക്കാരും തെറ്റായി ധരിച്ചിട്ടുള്ള കഥകളൊന്നുമല്ല. മഹാബലിയാണ്, അനേകം യാഗങ്ങൾ ചെയ്യുകയാണ്, 100 യാഗങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ, ഞാൻ ഓടിച്ചു പറയണ്ടേ ഉള്ളൂ കേട്ടോ, പൂർത്തീകരിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ഇന്ദ്രൻ്റെ പദവി നൽകേണ്ടതായിട്ട് വരും. ഇന്ദ്ര പദവി അദ്ദേഹത്തിന് നൽകിയാൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം വളരെയധികം ശാന്ത സ്വഭാവിയായ, അസുരകുലജാതനാണെങ്കിലും ശാന്ത സ്വഭാവിയായ ധർമ്മനിഷ്ഠയുള്ള അദ്ദേഹത്തിന് അത് കൊണ്ടു നടത്താൻ വളരെയധികം എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ കുലത്തിന് തന്നെയാണ് പിന്നീട് അതിൻ്റെ അവകാശം പോവുക അല്ലേ? അങ്ങനെ വരുമ്പോൾ തീരും? ദേവന്മാരെ പോലും അസുരന്മാരുടെ കീഴെ അടിമകളായി നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട്
മഹാബലിയുടെ ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നപരിഹാരമായിട്ട് ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും അദ്ദേഹം അതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറയുകയും അദ്ദേഹം യാഗസ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വാമനാവതാരം സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ ഈ ഉപനയനം കഴിഞ്ഞ ആ ഒരു അവസ്ഥയിലുള്ള ബ്രഹ്മചാരിയായിട്ടുള്ള കുഞ്ഞു ഉണ്ണികൃഷ്ണൻ വാമനമൂർത്തിയായിട്ട് അവിടെ ചെന്ന് മഹാബലിയോട് പറയാണ്, ബ്രാഹ്മണ പ്രിയനാണ് അദ്ദേഹം, ബ്രാഹ്മണർക്ക് ദാനം നൽകാൻ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്, എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിച്ചു മഹാബലിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടത് 3 അടി മണ്ണ് മാത്രമാണെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, 3 അടി മണ്ണാണോ, കുറച്ചുകൂടി വലിയ എന്തെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ചക്രവർത്തിയൊക്കെ അല്ലേ, എനിക്ക് തരാൻ സാധിക്കും, അങ്ങേക്ക് എന്താണോ വേണ്ടത് അത് തരാൻ എനിക്ക് സാധിക്കും, അതുകൊണ്ട് അങ്ങയുടെ ഗൃഹത്തിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചു വന്നാൽ മതി, ചെറിയ കുട്ടിയാണ്, അപ്പോൾ കുറച്ചുകൂടി വലിയ ആഗ്രഹങ്ങളായിരിക്കാം വേണ്ടത്, അങ്ങേക്ക് തെറ്റിയതായിരിക്കും. അപ്പോൾ പറഞ്ഞു, അല്ല 3 അടി മാത്രം മതി എന്ന് പറഞ്ഞു. ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശരി 3 അടി എവിടെയാണ് വേണ്ടത്, എവിടെ വേണമെങ്കിലും അളന്നെടുക്കാം, അങ്ങ് അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. അതോടെ വാമനമൂർത്തി വളരെ വലുതാവുകയും ലോകം മുഴുവൻ 2 അടി കൊണ്ട് അളന്നെടുക്കുകയും ചെയ്തു. ഇനി ഒരു അടിയും കൂടി കൊടുക്കാൻ ബാക്കിയുണ്ട് മഹാബലിക്ക്. ആ സമയത്ത് മഹാബലിക്ക് മനസ്സിലായി വന്നത് സാക്ഷാൽ ഈശ്വരനാണ് എന്ന്. അദ്ദേഹത്തിനോട് ചോദിച്ചു, 3ാമത് ഞാൻ എന്ത് ചെയ്യണം എന്ന്. ബലി ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞു, അങ്ങ് വളരില്ല എന്നുറപ്പുണ്ടെങ്കിൽ, ആദ്യം കണ്ട ആ ഒരു രൂപത്തിലാണ് അങ്ങെങ്കിൽ 3ാമത്തെ അടി ഞാൻ തരാം എന്ന്. അപ്പോൾ വാമനമൂർത്തി പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനെല്ലാം വളർന്നു കഴിഞ്ഞു, ഇനി ഇദ്ദേഹം എവിടെയാ തരിക, ശരി ഞാൻ വളരില്ല, ഞാൻ ഇതേ പ്രായത്തിൽ തന്നെ നിൽക്കാം, അങ്ങനെയെങ്കിൽ അങ്ങ് എനിക്ക് 3ാമത്തെ അടി എവിടെ തരും എന്ന് ചോദിച്ചപ്പോൾ ആ കിരീടമൊക്കെ മാറ്റി വെച്ച് അദ്ദേഹത്തിൻ്റെ ശിരസ് താഴ്ത്തി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ പാദം ഈ ശിരസ് അളന്നെടുത്തോളൂ എന്ന്. ഇത് കേട്ട മഹാബലിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പാദം വെച്ച് ആ ഒറ്റ ചൂട്ട കൊടുത്തു പാതാളത്തേക്ക് പോയി. ഇതാണ് അടുത്ത കഥ നമ്മൾ കേൾക്കുക. ഒരിക്കലല്ല കേട്ടോ, അദ്ദേഹം കൈവച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് മഹാബലിയെ. അദ്ദേഹത്തിൻ്റെ യാഗം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ ഇന്ദ്രനേക്കാൾ, അതായത് സ്വർഗത്തിനേക്കാൾ നല്ല സുതലം എന്ന ആ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെറും കാവൽക്കാരനായി, മഹാബലിയുടെ കാവൽക്കാരനായി നിൽക്കുകയാണ്, ഇന്നും പ്രൊട്ടക്ടറായിട്ട് നിൽക്കുകയാണ് വാമനമൂർത്തി ഇന്നും സുതലത്തിൽ മഹാബലിയുടെ അടുത്ത് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്ത ആ ഭഗവാനെ നമ്മൾ ആരാധിക്കുകയാണ് വേണ്ടത്. അതിന് പകരം എന്താ നമ്മൾ കേട്ടിട്ടുള്ള കഥ, അസുരനാണ് എന്ന കാരണം കൊണ്ട് മഹാബലിയെ എന്താ പറയുക മണ്ണിനടിയിലേക്ക് ചവിട്ടി താഴ്ത്തി പാതാള ലോകത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, പ്രജകളെ കാണാൻ എനിക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു അനുവാദം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വർഷത്തിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന മാവേലി, ഇങ്ങനെയൊക്കെയുള്ള കഥകളാലേ നമ്മൾ കേട്ടിരിക്കണേ. ഇതൊക്കെ തെറ്റാട്ടോ, ഇങ്ങനെയൊന്നും അല്ല കഥ. അപ്പോൾ നമ്മൾ നീതിക്കുന്നതും പ്രസാദിപ്പിക്കുന്നതും ഒക്കെ ഭഗവാനെയാണ് കേട്ടോ. നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ആരാണ് ഈ വാമനമൂർത്തി? നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് വാമനമൂർത്തി. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒരാളെ സങ്കടപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. ഒരിക്കലും നമുക്ക് സാധാരണക്കാരായ ആവശ്യത്തിന് മാത്രം ഓടി ചെല്ലുന്ന നമ്മളെ പോലുള്ള ആൾക്കാരെ ഇത്രയധികം കണ്ടു നടിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ എത്രയോ തപസ്വിയായിട്ടുള്ള പുണ്യം ചെയ്തിട്ടുള്ള മഹാബലിയോട് ഇത്ര വലിയ ക്രൂരത ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ആലോചിച്ചാൽ മതിയല്ലോ അല്ലേ. ആടിയ എണ്ണ അശുദ്ധി സമയത്ത് ഉപയോഗിക്കാൻ പാടുമെന്നാണ് അശ്വതി അച്ചു എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അശുദ്ധി സമയത്ത്. ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുള്ളതായിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ. അടുത്തതായിട്ട് സദാ നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് നാരായണീയം വായിക്കാൻ പാടും. ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നോൺ വെജ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് നാരായണീയം വായിക്കാമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ലേ? അതാണ് എൻ്റെ ചോദ്യം കേട്ടോ. അടുത്തതായിട്ട് ഷമീന എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്, ഞാൻ ഇന്ന് നാരായണീയം പകർത്തി നോക്കിയപ്പോൾ എനിക്ക് 36 പകുത്ത് നോക്കിയെന്നായിരിക്കും കേട്ടോ. പകുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 36 എന്താണ്, ഒന്ന് വിശദീകരിച്ച് തരാമോ? മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വിഷമമുണ്ട്, പക്ഷെ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. 36ാമത്തെ ദശകത്തിൻ്റെ അർത്ഥം പരശുരാമചരിതമാണ്. 36ാമത്തെ ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരശുരാമചരിതത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞാലൊന്നും തീരില്ല, അത്രയും വലിയവനാണ് പരശുരാമമൂർത്തി എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ അപായപ്പെടുത്തിയ ക്ഷത്രിയനെ അദ്ദേഹം വധിച്ചു. ക്ഷത്രിയ കുലനാശം വരുത്തി
അദ്ദേഹം ഭാർഗവ രാമനായി പരശുരാമനായിട്ട് അദ്ദേഹം ദിഗ്വിജയം നടത്തി എന്നുള്ള കഥകളൊക്കെയാണ് പരശുരാമ ചരിതത്തിൽ പറയുന്നത്. അപ്പോൾ വിജയം തന്നെയാണ് പരശുരാമ ചരിതം കിട്ടിയാൽ കേട്ടോ, ഒട്ടും വിഷമിക്കേണ്ട. ഇപ്പോഴത്തെ വിഷമത്തിലൊന്നും ഒരു കാര്യമില്ല, പെട്ടെന്ന് തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പരശുരാമ ചരിതത്തിൽ പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് മനോജ് എന്ന ഭക്തനാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പരീക്ഷിത്ത് മഹാരാജാവിന് പോലും സാധിച്ചിട്ടില്ല, പിന്നെയാണോ സാധാരണക്കാരനായ നമ്മൾ എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയല്ല കേട്ടോ, പരീക്ഷിത്ത് മഹാരാജാവിന് പോലും പറ്റിയിട്ടില്ല, പിന്നെയാണോ നമ്മൾ അതിനൊന്നും ശ്രമിക്കേണ്ട, അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ച അവിവേകമാണ് അദ്ദേഹം ആ ഒരു ചത്ത പാമ്പിനെ എടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടു എന്നുള്ള ആ ഒരു കഥ. അപ്പോൾ ഒരു നിമിഷം ആർക്ക് വേണമെങ്കിലും അബദ്ധം പറ്റാം, നമുക്കും വേണമെങ്കിൽ അബദ്ധം പറ്റും. അതെ, ഒരു നിമിഷമാണെങ്കിൽ, ഒരു തവണയാണെങ്കിൽ. പരീക്ഷത്തിനെ പോലെ നമുക്ക് റിക്കവർ ആവാൻ പറ്റുമോ? പരീക്ഷത്തിന് അടുത്ത നിമിഷം അത് തെറ്റായി പോയി എന്ന് തോന്നി, അടുത്ത നിമിഷം അദ്ദേഹത്തിന് ഭഗവാനെ ഭജിക്കാൻ തോന്നി. 7 ദിവസം കൊണ്ട് അദ്ദേഹം ഭഗവാന്റെ ലോകത്തേക്ക് എത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. 7 ദിവസം കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ സാധിക്കൂ? കഴിവതും തെറ്റുകൾ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും 2 പ്രാവശ്യം ആലോചിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പരീക്ഷിതാവാൻ സാധിച്ചിട്ടില്ലെങ്കിലും കുറച്ച് നന്നാവാനൊക്കെ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അടുത്തതായിട്ട് അതുൽ പി നാഥ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ അവിടുത്തെ മൂർത്തിയെ അല്ലാതെ അവിടെ വന്ന ഒരു മുതിർന്ന ആളെ നമസ്കരിച്ചാൽ അത് തെറ്റല്ലേ? ആര് പറഞ്ഞു? എന്താ ആ മൂർത്തിക്ക്, അതായത് ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ഈഗോ വരുമോ നമ്മൾ വേറൊരാളെ നമസ്കരിച്ചാൽ? ഒരിക്കലും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. നമുക്ക് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ഒരു ഭാരതീയ സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. അതിൽ മാതാവിനെ നമസ്കരിക്കൂ, പിതാവിനെ നമസ്കരിക്കൂ, ഗുരുവിനെ നമസ്കരിക്കൂ, ഈശ്വരനെ നമസ്കരിക്കൂ എന്നാണ്. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും നമസ്കരിച്ചിട്ടാണ് നമ്മൾ ഈശ്വരനെ നമസ്കരിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേമാതിരി തന്നെ ഈശ്വരനും ഗുരുവും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ആരെയാണ് ആദ്യം നമസ്കരിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഗുരുവിനെയാണ് ആദ്യം നമസ്കരിക്കേണ്ടത്. ഗുരുവിലൂടെയാണ് നമ്മൾ ഈശ്വരനിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗുരുവിനെയാണ് ആദ്യം നമസ്കരിക്കേണ്ടതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന പൂർവികർ മുതിർന്ന ആൾക്കാരെ എവിടെ വെച്ച് കണ്ടാലും, പ്രായത്തിൽ മുതിർന്നു എന്ന് കരുതി അവരെ നമസ്കരിക്കണം എന്നല്ല കേട്ടോ. അവരെല്ലാം കൊണ്ടും ഉയർന്ന് ചിന്തിക്കുന്നവരാണ്, ഭക്തരാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമസ്കരിക്കണം. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്നാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധിക്കുകയാണെങ്കിൽ നല്ലവനാണ് അല്ലെങ്കിൽ നമസ്കരിക്കപ്പെടേണ്ടവനാണ് എന്ന് തോന്നുന്ന ആരെയും നമസ്കരിക്കാം, നമുക്ക് എവിടെയും നമസ്കരിക്കാം നമുക്ക്. അടുത്തതായിട്ട് ശ്വേത എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി, എൻ്റെ വീട്ടിൽ ഞങ്ങൾ പൂച്ചയെ വളർത്തുന്നില്ല, പക്ഷെ ഏതോ ഒരു പൂച്ച എൻ്റെ വീടിൻ്റെ മേലെ ചത്തു കിടക്കുന്നു. ഇത് 2ാമത്തെ മരണമാണ് എൻ്റെ വീട്ടിൽ പൂച്ചയുടെ. ഇതിൻ്റെ കുഞ്ഞ് മുമ്പേ മരിച്ചിരുന്നു. എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. ഇത് ദോഷമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത് ചേച്ചി? ദോഷമാണോ? പരിഹാരം എന്താണ് ചെയ്യേണ്ടത്? ദോഷം എന്നല്ല ഞാൻ കേട്ടിരിക്കുന്നത്, നമുക്ക് വരേണ്ട മരണമാണ് പൂച്ചയ്ക്ക് വരിക എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ വീട്ടിൽ 2 പേർക്കും മരണം വരാനിരുന്നതായിരുന്നു. അത് തട്ടിത്തെറിപ്പിച്ച് പൂച്ച കൊണ്ടുപോയി എന്നാണ് വിചാരിക്കേണ്ടതെന്നാണ് പൂർവികർ കേട്ടിട്ടുള്ളതാട്ടോ. എനിക്കിതിനെക്കുറിച്ച് അങ്ങനെ അറിയൊന്നുമില്ല. പൂച്ചശാസ്ത്രം, ഗോളിശാസ്ത്രം ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: പൂച്ച പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ, നമ്മുടെ ഗൃഹത്തിൽ വെച്ചിട്ടാണെങ്കിൽ, അത് നമ്മുടെ ഗൃഹത്തിൽ വരേണ്ട മരണത്തിനെ അപഹരിച്ചു എന്ന് വേണം കരുതാൻ എന്ന്. ഇതിലൊക്കെ ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പൂർണ്ണമായി ഇതിനൊന്നും തള്ളുന്ന ആളല്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അച്ഛന്. അപ്പം അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഒരു മുത്തശ്ശൻ വയ്യാതെ കിടക്കുകയാണ്, എൻ്റെ അമ്മയുടെ അമ്മാവനാണ്. അദ്ദേഹം വയ്യാതെ കിടക്കണം. അപ്പം അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് വല്ലാത്ത മരണപരാക്രമങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾക്ക് തോന്നും അദ്ദേഹം ഈ രാത്രി താണ്ടില്ല തോന്നും. അങ്ങനത്തെ ഒരു മരണപരാക്രമങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ കാണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും കുഴപ്പമില്ലാതെ വന്നു. പക്ഷെ എൻ്റെ അച്ഛനാണ് അവിടെ പോയത്. അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ രാവിലെ എഴുന്നേറ്റില്ല, സൈലൻ്റ് അറ്റാക്കായിരുന്നു, എഴുന്നേറ്റില്ല. അപ്പോൾ ഒരു മരണം ആ വഴി എവിടെയോ വന്നിരുന്നു. അത്
സമയമായ ആളുകൾ ഇനി കൊണ്ടുപോകുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പക്ഷേ അത് എൻ്റെ അച്ഛനിലേക്കാണ് വന്നത്. ഇതേമാതിരി നമ്മളെ തേടിയെത്തുന്ന മരണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ് പൂച്ച മരിച്ചാൽ ഉണ്ടാവുക എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതിനെ കണക്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം ഒന്നും സത്യമാണോ എന്ന് എനിക്കറിയില്ല, എല്ലാത്തിലും ഒന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളുടെ ഒരു ലൈഫ് ടൈമിൽ 126 തവണ നമ്മൾ മരിക്കാനുള്ള യോഗം ഉണ്ടെന്ന് വെച്ചാൽ ഇത് സംഭവിച്ചാൽ മരിക്കാം, അല്ലെങ്കിൽ അത് സംഭവിച്ചാൽ മരിക്കാം, ഈ വയസ്സിൽ മരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ വയസ്സിലാണ് മരിക്കാം, ഇങ്ങനെയുണ്ട് അത്രേ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് എങ്ങനെയാണ് വരിക എന്നറിയോ? ഇപ്പോൾ ഒരു കുട്ടി മരിക്കാനുള്ള യോഗമുള്ള ദിവസം, അന്നത്തെ ദിവസം നോക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അവൻ മരിച്ചിട്ട് ജീവിച്ചിരിക്കാൻ യോഗമില്ല, എന്നാൽ അവരുടെ ആയുസ്സും എത്തിയിട്ടില്ല. അപ്പോൾ അവൻ്റെ ആ മരണം അവിടെ തട്ടിപ്പോവും. കാരണം കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ കുട്ടി മരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ജീവിച്ചിരിക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഇവരുടെ എന്താ പറയുക, ഇവരുടെ യോഗങ്ങൾ സ്ട്രോങ് ആണ്, ഇവർക്ക് ഒരിക്കലും പുത്രദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ആയുസ് പിന്നെയും നീട്ടിക്കിട്ടും. അപ്പോൾ ആയുസ് നീട്ടിക്കിട്ടുന്നത് കൊണ്ട് എന്താ, അദ്ദേഹത്തിൻ്റെ കർമ്മം അപ്പോഴും ഒടുങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടായിരിക്കാം ഒരു മരണം സംഭവിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ എനിക്ക് ഇതിലൊന്നും ആധികാരികമായിട്ട് ഒന്നും പറയാൻ അറിയില്ല കേട്ടോ. ദോഷപരിഹാരം എന്താ ചെയ്യേണ്ടത് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, നമുക്ക് വന്നേക്കാവുന്ന മരണത്തിനെയാണ് പൂച്ച തട്ടിക്കൊണ്ടുപോകുന്നത് എന്ന്. അതുകൊണ്ട് സമാധാനിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. നമുക്ക് വരാനുള്ള അപകടം തീർത്തു തന്ന ഉണ്ണികൃഷ്ണന് ഒരു പാൽപ്പായസം ഉണ്ടാക്കി നേദിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കൂ. ഒരു പാൽപ്പായസം ഉണ്ടാക്കി ഉണ്ണികൃഷ്ണന് കൊടുത്തിട്ട്, എന്താ ഗുരുവായൂരപ്പ ഉണ്ടായത്, എന്തോ ഒരു ദോഷമാണ്, അത് അങ്ങ് തട്ടി നീക്കി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഉണ്ണികൃഷ്ണൻ അതിൻ്റെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് ആ പൂജാമുറിയിൽ ഉണ്ണികൃഷ്ണനെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കൂ, നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് ദേവകി അമ്മയാണ് ചോദിച്ചിരിക്കുന്നത്, സവിതക്കുട്ടി കൗസ്തുഭത്തിൽ എന്നു മുതലാണ് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങുന്നത്, അറിയുമെങ്കിൽ പറയണം കേട്ടോ. ഇപ്പോൾ കൗസ്തുഭത്തിൽ സ്പോട്ട് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല, തുടങ്ങിയാൽ ഞാൻ അറിയിക്കാം കേട്ടോ. അത് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് റൂം എടുക്കുക, അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കിട്ടും. പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് കൗസ്തുഭം ഓപ്പൺ ആയത് കേട്ടോ. പാർവതി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, നാരായണീയം സവിതയുടെ ചാനൽ കൂടിയാണ് കേൾക്കുന്നത്, നാരായണീയം വായിക്കാൻ അറിയില്ല, മലയാളം തന്നെ അല്ലേ ഉണ്ടാവുക, സംസ്കൃതമല്ലല്ലോ, വായിക്കാൻ ഇഷ്ടമാണ്, നാരായണീയം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, മറുപടി നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നാരായണീയം സംസ്കൃതം ശ്ലോകങ്ങളാണെങ്കിലും അത് മലയാളത്തിൽ എഴുതിയിട്ടുള്ള മലയാളം ലിപിയായിട്ടുള്ളതാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. എല്ലാവരും ഒന്നും സംസ്കൃതം പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഞാനും പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല, എനിക്ക് മലയാളത്തിലുള്ളത് വായിക്കാനേ അറിയുള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാവരും മലയാളത്തിലുള്ളത് തന്നെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. തമിഴിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ മലയാളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് തോന്നുന്നു എനിക്ക്. അതോ ഇനി തമിഴിലാണോന്ന് അറിയില്ല. തമിഴ്നാട്ടിലും നല്ല പ്രചാരത്തിലുള്ളതാണ് നാരായണീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദേവസ്വം ബുക്ക് സ്റ്റോളിൽ കിട്ടും, വലിയ അക്ഷരത്തിലുള്ളതും കിട്ടും, വനമാല വ്യാഖ്യാനം എന്ന രീതിയിലുള്ള വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള വലിയ പുസ്തകവും കിട്ടും കേട്ടോ. ഏത് വേണമെന്നുള്ളത് ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് സവിത, എൻ്റെ നാള് തിരുവാതിരയാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ നാവിൽ എപ്പോഴും ഓം നമ ശിവായ എന്ന നാമമാണ് പെട്ടെന്ന് വരിക. പക്ഷേ ഇടയ്ക്ക് കണ്ണനെ ഓർത്ത് ഞാൻ നാരായണനാമം ചൊല്ലും, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എൻ്റെ നാളും തിരുവാതിരയാണ്, പക്ഷേ ഞാൻ എപ്പോഴും നാരായണനാമമാണ് ചെല്ലാറുള്ളത്. നമ്മളെന്താണോ ചൊല്ലി ശീലിച്ചത്, കേട്ട് ശീലിച്ചത്, വളർത്തുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമുക്ക് നാമങ്ങളും വരിക. ഇപ്പോൾ വൈക്കത്തപ്പൻ്റെ അടുത്തെത്തിയാൽ അല്ലെങ്കിൽ വടക്കുന്നാഥൻ്റെ അടുത്തെത്തിയാൽ കൂടുതൽ ആൾക്കാർ മഹാദേവനെ ഉപാസിക്കുന്നുണ്ടാവുക. അവരോട് പെട്ടെന്ന് പോയിട്ട് നാരായണനാമം തന്നെ ചൊല്ലണം അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്നെ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. കാരണം അവർ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമശിവായ ചൊല്ലിയിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നോക്കൂ, നമശിവായ ചൊല്ലുന്ന ഒരു ഭക്തനെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനെ. ആരാ പറഞ്ഞാൽ അങ്ങനെയല്ലാന്ന്. ഇനി നേരെ ഓപ്പോസിറ്റും അതെ കേട്ടോ. നാരായണനാമം ചൊല്ലുന്ന ഒരാളെ മഹാദേവൻ കണ്ടു നടിക്കുന്നതിനെ കണ്ണും കയ്യും കണക്കൂല എന്നാണ് പറയുക. അപ്പം നമ്മളൊരു തിരക്കുള്ള മഹാദേവൻ്റെ അമ്പലത്തിലേക്ക് അവിചാരിതമായിട്ട് എത്തിപ്പെട്ടു വിചാരിക്കുക. നമ്മൾ എല്ലാ ദിവസവും നാരായണനാമം ജപിക്കുന്ന ആളാണ്. എങ്ങനെയാണെന്നറിയില്ല, ആ തിരക്കൊന്നും നമ്മളെ ബാധിക്കാതെ പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടും. നമ്മളവിടെ കാത്തിരുന്ന പോലെയാണ് അദ്ദേഹം പെരുമാറുക. വരൂ 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 എൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ആളല്ലേ എന്ന് ചോദിക്കണ പോലെയാണ് നമ്മളെ അനുഗ്രഹിക്കുക. ഇത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ്റെ കാര്യം കേട്ടോ. ഇതിൽ എന്തിനത്ര ടെൻഷൻ അടിക്കുന്നത്? ഒട്ടും പരിഭ്രമിക്കേണ്ട.
അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ത്വൽ പ്രസാദായ ഭൂയാൽ കൃഷ്ണ, ത്വൽ പ്രസാദായ ഭൂയാൽ.